ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു റോസാപുഷ്പത്തെ കണ്ടിട്ട് പറയുകയുണ്ടായി, അല്ലയോ റോസാപുഷ്പമേ, നീ എത്രയോ സുന്ദരിയാണ്, പക്ഷേ നിന്നിലെ മുള്ള്. പിന്നീട് മനുഷ്യന് യാത്രയാകുന്നു. അവിടുന്ന് യാത്രയാകുന്നു, ഒരു താമരയെ കാണുന്നു. താമരയോട് പറയുന്നു, അല്ലയോ താമരേ, നീ എത്രയോ സുന്ദരിയാണ്, പക്ഷേ നിന്റെ ജനനം എവിടെയാണ്? പൊയ്കയിലെ ചേറിലാണ്. അവിടെയും മനുഷ്യൻ കുറ്റം കണ്ടെത്തുകയാണ്. റോസാപുഷ്പത്തെ കണ്ടപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ റോസാച്ചെടിയുടെ കുറ്റം കണ്ടെത്തുകയാണ്. പിന്നീട് മനുഷ്യൻ കുയിലിനെ കാണുന്നു. കുയിലിനോട് പറയുന്നു, അല്ലയോ കുയിലേ, നീ എത്ര മനോഹരമായി പാടുന്നു, പക്ഷേ നീ എന്ത് ചെയ്യുന്നു? ഒരു കള്ളനെ പോലെ കാക്കയുടെ കൂട്ടിൽ മുട്ട സൂക്ഷിക്കുന്നു. കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിടുന്നു. സ്വന്തമായിട്ട് ഒരു കൂടുണ്ടാക്കാൻ നീ ശ്രമിക്കുന്നില്ല എന്ന് മനുഷ്യൻ കുയിലിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേട്ടിട്ട് ഇവർ മൂവരും കൂടി മനുഷ്യനോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നതുമുള്ള അങ്ങനെയുള്ള നിന്റെ ശീലം നിനക്കില്ലായിരുന്നെങ്കിൽ നീ എത്രയോ മഹത്തരമാകുമായിരുന്നു എന്ന് ഇവർ മൂവരും കൂടി മനുഷ്യനോട് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഒന്നിൻ്റെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുവാൻ പാടില്ല. അതിനായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം കളയുവാനും പാടില്ല കേട്ടോ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഒരിക്കലും പറഞ്ഞു നടക്കാനും പാടില്ല കേട്ടോ. വളരെ തെറ്റായ കാര്യങ്ങളാണ് കേട്ടോ. വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുക, വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുക കേട്ടോ, അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരുപാട് വീടുകളിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അസൂയയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല. അസൂയയ്ക്ക് സ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അസൂയ എന്ത് ചെയ്യുന്നു? അസൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ എന്ത് ചെയ്യുന്നു? ഉയർച്ചയെ മുരടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. മറിച്ച് എന്ത് ചെയ്യുന്നു? ആ ജീവിതത്തെ അധപ്പതനത്തിലേക്ക് തള്ളിയിടുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അസൂയയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. അപ്പം അസൂയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുക. നമ്മളുടെ കഴിവിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ നമ്മളിലേക്ക് എന്ത് വരില്ല? അസൂയ കടന്നു വരില്ലെന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ നമുക്കുള്ള നന്മകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ ബോധവാന്മാരാവുകയും അതുപോലെ നമുക്കുള്ള നന്മകളെ നമ്മൾ സംതൃപ്തരാവുകയും ചെയ്താൽ നമ്മളിലേക്ക് എന്ത് കടന്നു വരില്ല? അസൂയ കടന്നു വരില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഈ സത്യപ്രപഞ്ചം നൽകിയിരിക്കുന്ന നന്മകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു വ്യക്തിയുടെയും കഴിവിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. പക്ഷേ ഓരോ വ്യക്തിയുടെ കഴിവിനെയും നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരാളുടെ കഴിവിൽ നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കഴിവിനെയും നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം കേട്ടോ. വേറെ കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ കഴിവ് വേറൊരാളുടെ കഴിവ് പോലെ ആയിരിക്കില്ല നമ്മളുടെ കഴിവുകൾ കേട്ടോ. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തങ്ങളായ മേഖലയിലായിരിക്കും. അപ്പം വേറൊരാൾ തൻ്റെ കഴിവ് ഉപയോഗിച്ച് രക്ഷപ്പെട്ട മേഖലയിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ വഴി പിന്തുടരാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളാകും ഫലം. നമ്മൾക്ക് ഏത് മേഖലയിലാണോ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയത് ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുക? വളരുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ വളരുവാനായിട്ട് കഴിയും. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വളരുവാൻ കഴിയും. ഒരുപാട് ഉയർച്ചകളിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു വ്യക്തിയുടെയും കുറ്റങ്ങളോ കുറവുകളോ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നമ്മളങ്ങനെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണാൻ കഴിയൂ. നമുക്ക് ആ വ്യക്തിയിലെ നന്മകൾ കാണാൻ കഴിയാതെ പോകാം.
നമ്മൾ എവരുടെയും നന്മയുടെ വശങ്ങൾ നോക്കിക്കാണുക, അവരിലെ നന്മയുടെ വശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. തെറ്റായ വശങ്ങൾ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. അത്രയേ ഉള്ളൂ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ജീവിതം രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എത്ര തകർന്നു പോകുന്ന സന്ദർഭത്തിൽ നിന്നാൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്വപ്രതീക്ഷകൾ കൈവിടുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ ശുഭപ്രതീക്ഷകൾ എന്ത് ചെയ്യുന്നു? നമ്മെ വിജയത്തിലെത്തിക്കുന്നു എന്നാണ്.